അസിസി ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ആൾക്കാരിൽ കാണാറുള്ള അർഷസ് അഥവാ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ എന്നീ രോഗങ്ങളെപ്പറ്റി കൂടുതലായി അറിയുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് കൊല്ലത്തെ മീയണ്ണൂരുള്ള അസീസിയ മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ, റിട്ടയർഡ് ഹെൽത്ത് സർവീസ് സീനിയർ കൺസൾട്ടൻറ്റ് സർജനുമായ ഡോക്ടർ ശശി പി ആണ്. സാറിനെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, വെൽക്കം ടു ദ ഷോ. ഓക്കെ, നമസ്കാരം. സാർ, ഇന്നത്തെ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് അർഷസ്, ഫിസ്റ്റുല, ഫിഷർ. സാധാരണ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം അസുഖങ്ങൾ, ഈവൻ സാർ ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ പോലും കഴിവതും ആരും അറിയാതെ ട്രീറ്റ് ചെയ്യാനും ഒരാളോട് നമുക്കൊന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സമൂഹത്തിലുള്ളവർക്ക് പലപ്പോഴും സംശയങ്ങളുള്ളത് ഈ അർഷസ്, ഫിസ്റ്റുല, ഫിഷർ ഈ മൂന്ന് കാര്യങ്ങളും അവർക്ക് ഒന്നായിരിക്കാം. പക്ഷെ നമ്മൾക്കപ്പോഴും ഇത് മൂന്ന് തരം അസുഖങ്ങളാണ്. പക്ഷെ ഇതിന് ഒത്തിരി വേരിയേഷൻസ്, ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അത് ആൾക്കാർക്ക് പൊതുവെ നല്ല ഒരു അറിവുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല. പലപ്പോഴും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലായിരിക്കും ഡോക്ടറുടെ അടുത്ത് എത്തുന്നത്. അതെ, അവർ ഡോക്ടറെ സമീപിക്കുക ആണ്. ഡോക്ടറോട് എങ്ങനെ, അപ്പോൾ ആദ്യമൊക്കെ അവർ പലപ്പോഴും ഫ്രണ്ട്സിനോടൊക്കെ പറയായിരിക്കും, അവർക്ക് അടുത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പറയും. വീട്ടുകാർ തന്നെ ഒരു ഹോം റെമഡിയും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു സ്റ്റേജിലായിരിക്കും സാറിൻ്റെ അടുത്ത് OPD എത്തുന്നത്. തീർച്ചയായും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സംശയത്തിൻ്റെ ഒരു നിവാരണം എന്ന രീതിയിൽ സാറ് ഈ അർഷസ്, ഫിസ്റ്റുല, ഫിഷർ ഇത് തമ്മിലുള്ള വ്യത്യാസവും ഇത് ഒന്ന് എന്താണ് എന്നുള്ള ഒരു ഡെഫിനിഷനും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ കൊള്ളാം. നമ്മള് പണ്ട് മൂലക്കുരു എന്ന് പറയുന്ന നാടൻ ഭാഷയിൽ പറയുന്ന, പിന്നെ എല്ലാവരും അത് അരിസസ്, പൈൽസിനിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞു തുടങ്ങിയേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഫിസ്റ്റുല ഇന്നേനോ ഫിഷർ ഇന്നേനോ ഇതിലൊക്കെ ഉപരിയായിട്ട് മലദ്വാരത്തിലെ ക്യാൻസർ വരുമ്പോഴും ഇത് പൈൽസ് ആണെന്നും പറഞ്ഞ് ആളുകൾ നിസ്സാരവൽക്കരിക്കും. അതാണ് ഏറ്റവും ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പം മലദ്വാരത്തിൽ എന്ത് അസുഖം വന്നാലും ഈ പറഞ്ഞ പോലെ നമ്മൾ സാമൂഹികമായി ഒരു നാണക്കേട പറയത്തില്ല. പിന്നെ ഇങ്ങനെ കൂട്ടത്തിൽ ഉള്ള എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോഴാണ് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത്. പാരമ്പര്യമായിട്ട് അപൂർവം വരുന്നവർ അങ്ങനെയും പറയും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്നത് എതിലൂടെയാണെങ്കിലും നമുക്കുണ്ടാകുന്ന രക്തനഷ്ടമാണ്. പൈൽസ് അല്ലെങ്കിൽ അരിഷസ് പറയാൻ നാണക്കേടാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ഒരു ദിനം തൃപ്തിയോടെ സന്തോഷത്തോടെ തുടങ്ങണമെങ്കിൽ നല്ല മലശോധന അത്യന്താപേക്ഷിതമാണ്. വയറിന് അല്ലെങ്കിൽ വലിയ അസ്വസ്ഥതയാണ്. നമ്മൾ നല്ല മലശോധന ഇട്ടാൽ ഒരു മൂളിപ്പാട്ട് പാടും മലയാളി എന്നാണ് പറയുന്നത്. ഇപ്പോൾ അരിഷസ് എന്ന് പറയുന്നത് മലദ്വാരം പുറത്തോട്ട് തള്ളി വരുന്നു. പല കാരണങ്ങളുണ്ട്, നമുക്കതിലോട്ട് കടക്കാം. ഫിസ്റ്റുല എന്ന് പറയുന്നത് മലദ്വാരത്തിന് ചുറ്റും ഒരു ഓപ്പണിംഗ്, ദ്വാരം രൂപപ്പെടുകയും അത് മലദ്വാരവുമായിട്ട് കണക്ഷൻ ഉണ്ടായി സ്രവം, ഡിസ്ചാർജ് ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഫിസ്റ്റുല. ഫിഷർ എന്ന് പറയുന്നത് ഒരു വ്രണം മലദ്വാരത്തിൽ, അൾസർ ക്രേറ്റർ മലദ്വാരത്തിൻ്റെ അറ്റത്ത് അല്ലെ സമീപത്തായിട്ട് രൂപപ്പെട്ട് അസഹനീയമായ വേദനയോടെ വരുന്നതാണ്. പിന്നെ ഇതല്ലാതെ മലദ്വാരത്തിന് ചുറ്റും പഴുപ്പുണ്ടാകാം, ആബ്സസ്, അങ്ങനെ പലതരം കാരണം. ഇതൊന്നുമല്ലാതെ പ്രായമായവരിൽ പ്രത്യേകിച്ച് മലദ്വാരത്തിലെ ക്യാൻസർ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഏതാണ് എന്ന് ഒരാളുടെ മലദ്വാരം പരിശോധിച്ച് അത് നമ്മൾ പ്രോക്ടോസ്കോപ്പ് എന്ന് വെച്ച് കണ്ടും വിരൽ ഉപയോഗിച്ച് സ്പർശനത്തിലൂടെയും നമുക്ക് എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്.
സാറേ ഇതിന്റെ ഇപ്പൊ ആദ്യമേ സാറ് പറഞ്ഞു ഇതിന് പഴുപ്പ് വരും, രക്തസ്രാവം ഉണ്ടാവും. എനിക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ്. തീർച്ചയായും ആ ഇനിഷ്യൽ സ്റ്റേജിൽ പേഷ്യന്റിന് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെ കാണുമ്പം ഡോക്ടറെ അടുത്ത് വരണം എന്നൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ. മലബന്ധം ആണ് ലോകത്തിന് എല്ലാവർക്കും പൊതുവായിട്ടുള്ള ബന്ധം ഏതാന്ന് തമാശയായിട്ട് പലത രൂപേണ പറയും. മലം പോകാനുള്ള പ്രയാസം, അതിന് ജീവിത ശൈലിയുമായിട്ട് ഇപ്പോൾ ഒത്തിരി ബന്ധമുണ്ട്. ഇപ്പം എല്ലാവരും തിരക്കാം, ആവശ്യത്തിന് വെള്ളം കുടിക്കത്തില്ല, നാര് കലർന്ന ആഹാരം കഴിക്കത്തില്ല, എല്ലാം ജങ്ക് ഫുഡ്സിലോട്ട് മാറി, വറുത്തതും പൊരിച്ചതും ഒക്കെ ധാരാളം കഴിക്കുന്നു, ബേക്കറി ഐറ്റംസ്. പക്ഷേ വെള്ളം കുടിക്കുവാനോ സമയാസമയങ്ങളിൽ മൂത്രമൊഴിക്കുവാൻ പോലുമോ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന് സമയമില്ല. അതേസമയം ധാരാളം വെള്ളം കുടിച്ചാൽ അറിയാം, നമുക്ക് വലിയ സാമാന്യ ബുദ്ധിക്ക് തന്നെ അറിയാം മലം അയഞ്ഞു പോകും. അന്നേരം മലബന്ധം ആണ് ഇതിൻ്റെ തുടക്കമായിട്ട്. മലബന്ധം വരുമ്പോൾ നമുക്ക് സമയമില്ല എന്നും പറഞ്ഞ് അസാധ്യമായ രീതിയിൽ വയറിന് സമ്മർദ്ദം കൊടുത്തുകൊണ്ട് മലശോധന നടത്തും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെയിനാണ്, വീനസ് കുഷൻ ഡിഫക്റ്റ് എന്നാണ് പറയുന്നത്. മലദ്വാരത്തിലെ വെയിൻസായി തള്ളി, മാംസം അസച്ചല്ല. ഈ വെയിൻസ് മുക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായ കായികാധ്വാനം നടത്തുന്നവരുടെ ഞരമ്പ് വെയിൻസ് തെളിയുന്നത് പോലെ മലദ്വാരത്തിലെ വെയിൻസ് തള്ളുകയും പിന്നെ പൊട്ടുകയും അങ്ങനെയാണ് രക്തസ്രാവം വരുന്നത്. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ എന്നും നിത്യേന 10-20 ml പോകുന്ന ഒരാൾക്ക് വിളർച്ച, അനീമിയ തന്നെ ഉണ്ടാകാം ഈ ഹെമറോയിഡ്സ് കാരണം. അപ്പൊ അനീമിയയുടെ ഒരു കാരണം ഹെമറോയിഡ്സ് ഒരു കാരണം ഇത് തന്നെ. അത് ഒരു കാരണം മാത്രം പറഞ്ഞാൽ പോരാ. ചില രോഗികൾ വളരെ വെളുത്ത് 5 ഗ്രാമിലൊക്കെ കുറഞ്ഞ് തലചുറ്റി വീണിട്ടും നമ്മുടെ അടുത്തെത്താറുണ്ട്. നമ്മളുടെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി നോക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോഴാണ് വില്ലൻ ഈ കുറേ വർഷങ്ങളായിട്ടുള്ള പൈൽസ് ആണെന്ന് അറിയുന്നത്. സാറ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, ഇതൊരു ഇപ്പോൾ സാറ് പറഞ്ഞു വന്നതനുസരിച്ച് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ എന്നൊരു ഡൗട്ട്. കാരണം അതും കൂടെ ഇതിനായിട്ട് കാരണമാകുന്നുണ്ട്. മറ്റേത് പൈൽസിൻ്റെ രോഗികളുടെ തിരക്ക് അത്ര ഇല്ലായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും ചികിത്സിക്കുകയും അതിനകത്തൊന്നും ഒതുങ്ങാതെ നിന്ന് വളരെ ബ്ലഡ് പോവുകയോ അല്ലെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമൊക്കെയാണ് ഞങ്ങൾ സർജന്മാരുടെ അടുത്ത് വരുന്നത്. അത് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഓപ്പറേഷന് ആദ്യകാലങ്ങളിലെ ഓപ്പറേഷൻ ഇത്തിരി വേദന കൂടുമായിരുന്നു. ഇപ്പോൾ ആധുനിക ചികിത്സാ സംവിധാനങ്ങളിൽ നമുക്ക് വേദന വളരെ കുറച്ച് ചെയ്യാം. 2, ഓപ്പറേഷൻ്റെ ചെലവ്. 3, ഈ മലബന്ധം കുറയ്ക്കാനുള്ള വിദ്യകളൊക്കെ ചെയ്ത ആദ്യ ഡിഗ്രി പൈൽസിനെയൊക്കെ നമുക്ക് താൽക്കാലിക ശമനം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇരിപ്പ്, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഉദാസീനതയോടെയുള്ള നമ്മൾ അനങ്ങാൻ തന്നെയും മടിയ. അന്നേരം ഈ അനങ്ങാപ്പാറ നയം മൂലമുള്ള ഇരിപ്പ് പൈൽസിന് ഒരു കാരണമാകാം. സാർ, നമ്മൾക്ക് ഇപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വകാര്യ ഭാഗത്തു നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഇന്നത്തെ കാലത്ത് പേടിക്കുന്നത് എനിക്ക് ക്യാൻസർ ആണോ, കാരണം അത് പേടിച്ചിട്ടാണ് അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വന്നാൽ ഇനി ഒരുപക്ഷെ ക്യാൻസർ ആണെങ്കിൽ പോട്ടെ, അങ്ങനെ ഒരു മരണത്തിനോടുള്ള പേടിയും ഒക്കെ കൊണ്ടാണ് അവർ പറയാതിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉള്ള സംശയം അതല്ല, ഇങ്ങനെ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇതൊരു ക്യാൻസറിൻ്റെ ഒരു സ്റ്റേജായിട്ട് വരാറുണ്ടോ? കാരണം ആൾക്കാരുടെ സംശയത്തിന് നമ്മൾ, കാരണം അവർക്ക് പലപ്പോഴും ഹെമറോയിഡ് വന്നിട്ട് പിന്നെ അത് ക്യാൻസർ ആകുമോ? ഇന്നത്തെ കാലത്തില് നമ്മൾ സാറിന് സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളിൽ വരുന്നത് ഫുഡിന്റെ ഇൻടേക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസവും ഒക്കെ ഇതിന് കാരണമാകും. അപ്പം ഇവരുടെ ഡൗട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവര് ഡോക്ടേഴ്സിന്റെ അടുത്തോട്ട് വരാത്തത്. അപ്പൊ ഇതൊരു ക്യാൻസറിന് കാരണമാണോ? ക്യാൻസർ എന്നുള്ള പദം കേൾക്കുമ്പം തന്നെ പേടിച്ച് രോഗികൾ ഡോക്ടറെ സമീപിക്കാത്ത ഒരു വല്ലാത്ത അവസ്ഥ തന്നെയുണ്ട്. പക്ഷേ പൈൽസ് ഒരു കാരണവശാലും ക്യാൻസർ ആവത്തില്ല. പക്ഷേ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ പൈൽസിൻ്റെ ലക്ഷണങ്ങളും ഒരുപോലൊക്കെ ചിലതിൽ വരുന്നതുകൊണ്ട് തീർച്ചയായും മലദ്വാരത്തിൽ നിന്ന് രക്തം പോകുന്ന ഏതൊരാളും വിദഗ്ധനായ ഒരു ഡോക്ടറെ കണ്ട്
മലദ്വാരം പരിശോധിപ്പിച്ച് മുഖലക്ഷണം കണ്ടിട്ട് എത്ര കേമനായ ഡോക്ടർ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിന് പരിശോധിച്ച് മലദ്വാരവും വിരൽ കൊണ്ടുള്ള പരിശോധനയിലും ഞങ്ങൾ പ്രോക്ടോസ്കോപ്പ് എന്ന് പറയും. അതിലും മേളിലോട്ടുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പ്, അതാണ് വൻകുടലിൻ്റെ അവസാനത്തെ ഭാഗത്ത് തൊട്ട് മുകളിലേക്ക് കാണാൻ പറ്റുന്ന കൊളോണോസ്കോപ്പ്. സിഗ്മോയിഡോസ്കോപ്പ് അതിൻ്റെ താഴെ വശം കാണാം. ഈ പരിശോധനകളും ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കട്ടിയായിട്ട് സംശയമുള്ള ഒരെണ്ണം വിരൽ കൊണ്ട് തടഞ്ഞാലോ അല്ലെങ്കിൽ കാഴ്ചയിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ ബയോപ്സി എടുത്താൽ തീർച്ചയായും ഇത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പായും നമുക്ക് അറിയാൻ പറ്റും. ഭാഗ്യവശാൽ ഈ വരുന്ന ഹെമറോയിഡിൽ മിക്ക പങ്കും ഹെമറോയിഡ് തന്നെ ആയിരിക്കും. പൈൽസ്, ഹെമറോയിഡ് എന്നാണ് നമ്മളത് പറയുന്നത്. പൈൽസ് ക്യാൻസർ ഉള്ളത് ഏറ്റവും കൂടുതലും പ്രായം ചെന്നവരിലാണ്. എന്നാൽ അപൂർവമായി യുവജനങ്ങൾക്കും വരാം. ഭക്ഷണ രീതി, ജീവിതശൈലി, അതായത് ഇരുന്നു കൊണ്ടുള്ള അനങ്ങാത്ത, അതെല്ലാം ഇതിനും കാരണമാകുന്നുണ്ട്. നല്ല വ്യായാമവും ആവശ്യത്തിന് ഭക്ഷണം, പ്രത്യേകിച്ച് നാര് കലർന്ന ഭക്ഷണം, പിന്നെ വറുത്തതും പൊരിച്ചതും കുറയ്ക്കുക, ഇങ്ങനെയുള്ളത് നമ്മൾ അവലംബിച്ചാൽ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധവും ഒഴിവാക്കാം, പൈൽസും ഒരു വലിയ പരിധി വരെ തടയാം. സ്ട്രെസ്ഫുൾ, ഭയങ്കര സംഘർഷഭരിതമായ ജീവിത രീതിയും ഇതിന് പ്രശ്നമാകും. സാർ, നമ്മൾക്കിപ്പോൾ ആധുനിക രീതിയിലുള്ള ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ 3 തരം അസുഖങ്ങൾക്കും ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഇത് ഡേ കെയർ സർജറി, അതായത് നമുക്ക് ഒക്കുമെങ്കിൽ അന്ന് തന്നെയോ അതല്ലെങ്കിൽ പിറ്റേന്നോ രാവിലെ പോകാവുന്ന സ്റ്റേപ്ലർ ഹെമറോയിഡക്ടമി. നമ്മൾ പേപ്പർ സ്റ്റേപ്ലർ ചെയ്ത് വെക്കുന്ന പോലെ കട്ടൊന്നും ചെയ്യാതെ മലദ്വാരത്തിന് വെളിയിൽ തയ്യലൊന്നും ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു ഓപ്പറേഷൻ സംവിധാനമാണ് സ്റ്റേപ്ലർ ഹെമറോയിഡക്ടമി. അതോടൊപ്പം സ്ക്ലീറോതെറാപ്പി, ലേസർ തെറാപ്പി, ബാൻഡിങ് പോലെയുള്ള ചികിത്സകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ സ്റ്റാൻഡുകളിലും, ബസ് സ്റ്റാൻഡുകളിലും കാണാം അരിഷസ്, പൈൽ, ഫിസ്റ്റുല, മൂലക്കുരു, ഇങ്ങനെ പറഞ്ഞ് ഇതിനെല്ലാം ഉടനടി ഓപ്പറേഷൻ കൂടാതെ ചികിത്സിക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ, യോഗ്യതയും ഇല്ലാത്ത ചിലയിടത്ത് ബംഗാളികൾ പോലും ഒരു നൂലിട്ട് കെട്ടി ചികിത്സിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികളെ എത്ര കേമത്തം പറഞ്ഞാലും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് പെടുകയും പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷനുമായിട്ട് വരികയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ആധുനിക സങ്കേതം ഉപയോഗിച്ച് ചികിത്സ ഒരു വലിയ പ്രശ്നമാണ്. എന്നാൽ പോലും വലിയ ചെലവില്ലാതെ നമുക്ക് ചെയ്യാം. പിന്നെ സർക്കാർ ആശുപത്രികളിലും അതിൻ്റേതായ പരിശോധനകളും ചികിത്സയും ലഭ്യമാണ്. സാർ, ഇത് നമ്മൾക്ക് സാർ ഇപ്പോൾ ഓൾറെഡി ചികിത്സാ രീതികൾ അവൈലബിൾ ആയിട്ടുള്ളത് പറഞ്ഞു, അവരുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ഇത് ഒരു പരിധി വരെ നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്തു, നമ്മൾ സർജറി ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ റെക്കറൻസ് എത്രമാത്രം? നല്ല ചോദ്യമാണ്. രോഗികൾ മിക്കവാറും ഓപ്പറേഷന് സമ്മതിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഇത് വീണ്ടും വരുമോ ഡോക്ടർ എന്നുള്ളതാണ്. ഹെലൻ മാഡം ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഒരു രോഗി ഇതെല്ലാം കഴിഞ്ഞ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് സാറേ വീണ്ടും വരുമോ എന്ന് ചോദിച്ചാൽ, നല്ല ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അല്ലാതെ ഏതിനും രോഗിയുടെ സ്വഭാവത്തിലെ ചില മാറ്റങ്ങളും വരണം. അയാൾ നിരന്തരമായി വ്യായാമമൊന്നുമില്ലാതെ, ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ, നാര് കലർന്ന ആഹാരമൊന്നും കഴിക്കാതെ, അമിതമായ സമ്മർദ്ദം കൊടുത്ത് മലം പോവുകയാണെങ്കിൽ ഒക്കെ ഇത് വീണ്ടും വരാനുള്ള സാധ്യതയേറും. അതുപോലെ തന്നെ ഇപ്പം മൊബൈലൊക്കെ വന്നിട്ട് ഒത്തിരി പേര് ടോയ്ലറ്റിൽ ഇരുന്ന് 3/4 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യും. അത് ഏറ്റവും അപകടം പിടിച്ചത്. ഇപ്പം ബാത്റൂമിൽ പോവുക, ടോയ്ലറ്റിൽ 5 മിനിറ്റ് ഉണ്ട്, അല്ലാതെ മൊബൈലിൽ നോക്കി 1 മണിക്കൂറൊക്കെ ലാബറട്ടറിയിൽ ഇരുന്ന് മുക്കിക്കൊണ്ടിരുന്നാൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഒരു പരിധിവരെ ഈ മൊബൈൽ
കൂടുതൽ യൂസേജ് ലാബറട്ടറിയിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു പക്ഷേ ഹെമറോയിഡ് ഉണ്ടെന്ന് സംശയിക്കാം. കുത്തിയിരിപ്പ് കാരണം കോൺസ്റ്റിപ്പേഷന്റെ ഒരു കാരണമായിട്ട് സാർ പറഞ്ഞു. അതും വരും. സ്ട്രെസ്. അതിന് പകരം 1 മണിക്കൂർ നടന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരുമാതിരി നാരൊക്കെ കലർന്ന ആഹാരം ധാരാളം കഴിച്ച്, നമ്മുടെ നാട്ടിൽ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ഇഷ്ടം പോലെ ഉണ്ട്. പിണ്ടി, കൂമ്പുതോരൻ, ഇലക്കറികളൊക്കെ ബെസ്റ്റാണ്. പഴുത്ത ഓമയ്ക്ക ഇതൊക്കെ കഴിച്ച് ധാരാളം വെള്ളവും കുടിച്ച് നന്നായിട്ട് നടന്നിട്ട് മലശോധനയ്ക്കായിട്ട് ചെന്നിരുന്നാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ സന്തോഷഭരിതനായി തിരിച്ചു വരാം. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഒരു അമ്മയാണ്. അമ്മമാരുടെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് മൾട്ടിപാരിറ്റി വളരെ കുറവാണ്. നമ്മൾ എപ്പോഴും ചെറിയ കുടുംബം എന്നുള്ള രീതിയിലാണ്. എങ്കിലും മൾട്ടിപാരിറ്റി കൊണ്ട് അപ്പൊ അങ്ങനെ ഒരു മൾട്ടിപാരിറ്റിയിൽ ഒരു ഹെമറോയിഡ്സിന് ഒരു ചാൻസ് ഇല്ലേ? 3-4 പ്രസവങ്ങളാണ് ഈ മൾട്ടിപാരിറ്റി. അതായത് ചാൻസ് ഉണ്ട്. സ്വാഭാവിക പ്രസവത്തിന് നമ്മൾ സ്ട്രെയിൻ ചെയ്യും. നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതല്ലാതെ തന്നെയും ഗർഭിണികൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്ന പതിവ് വെള്ളം കുറയ്ക്കുന്ന രീതിയാണ്. അധികം വെള്ളം കുടിക്കരുത്, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടും വെള്ളം കുടിച്ചാൽ വയറ് ചാടും എന്നൊക്കെ പറയും. ശാസ്ത്രീയമായി അതിനൊരു അടിത്തറയില്ല. പ്രസവത്തിന് സ്ട്രെയിൻ ചെയ്യുന്നത് ഇപ്പം സിസേറിയന് അതില്ല ചിലപ്പം, പക്ഷെ നോർമൽ ട്രൈ ചെയ്യുമ്പോൾ ആ സമയത്ത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യത ഗർഭകാലത്തും പ്രസവ സമയത്തും അതിന് കഴിഞ്ഞുമൊക്കെ കൂടുതലാണ്. സ്ത്രീകൾക്ക് ആ സമയത്ത് വളരെയധികം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഫിഷറും അതുപോലെ ഇതിലൂടെ വരാം. അതിന് അസഹനീയമായ വേദനയും കൂടെ ഉണ്ടാവും. അത് സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഈ മുക്കുമ്പോൾ ഗർഭപാത്രം തള്ളാനും ഇതിൻ്റെയോടൊപ്പം റെക്ടൽ പ്രൊലാപ്സ്, അതായത് മലദ്വാരം അസച്ച് തള്ളി വെളിയിൽ വരും. മലദ്വാരത്തിൻ്റെ വൻകുടൽ വെളിയിൽ വരുന്ന ഒരവസ്ഥയും ഇതുണ്ട്. അതും പൈൽസും രണ്ടാണ്. സാറ്, ഇപ്പം നമ്മൾക്ക് സ്ത്രീകളിൽ മൾട്ടിപാരിറ്റി ഒരു റീസൺ ആണെന്ന് പറയുന്നു. അതേപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇതിൽ ഇപ്പം മൾട്ടിപാരിറ്റി കുറച്ചേ വരുന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ കാലത്ത്, പണ്ടായിരുന്നു നമുക്ക് ഒത്തിരി മൾട്ടിപാരിറ്റി, അന്ന് കൂടുതൽ കേസസ് ഹെമറോയിഡ് വന്നിട്ടുണ്ടോ എന്ന് സാറ് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കുറവാണോ കൂടുതലാണോ? പണ്ട് ഇതിന് നമ്മളെ ഡോക്ടറെ കാണുന്നത് കുറവായിരുന്നു. ഇപ്പം പക്ഷെ ആളുകൾക്ക് ഇത്തിരി ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം വന്നതിന് ശേഷം ബ്ലീഡിംഗ് ഒക്കെ വന്നാൽ നേരത്തെ വരും. പിന്നെ സ്ത്രീജനങ്ങൾ തന്നെ ധാരാളം സർജന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്. അപ്പോൾ സ്ത്രീകൾ കൂടുതലായിട്ട് ഡോക്ടർമാരുടെ അടുത്ത് വരും. ഇതിനകത്ത് നമ്മൾ പണ്ട് തോപ്പിൽ ഭാസി അശ്വമേധം നാടകത്തിൽ പറഞ്ഞ പോലെ രോഗം ഒരു കുറ്റമാണോ ഡോക്ടർ എന്ന് അതിലൊരു കഥാപാത്രം ചോദിക്കുന്നു. ഒരു രോഗവും ഒരു കുറ്റമല്ല. നമുക്കത് വേണ്ട സമയത്ത് മുൻകൂട്ടി കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ അത് നമ്മുടെ കുടുംബാംഗങ്ങളോടും നമ്മളോട് തന്നെയും ചെയ്യുന്ന ഒരു കുറ്റമാണ്. സാർ, നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്, നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞു, ഇതിൻ്റെ വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇനിയും നമുക്ക് ഇത് ഡയഗ്നോസ് ചെയ്യുന്ന എങ്ങനെയൊക്കെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടതെന്നൊക്കെ സാറ് പറഞ്ഞു. ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ ഒരു പ്രിവെൻറ്റീവ്, കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നെനിക്കറിയാം, എങ്കിലും ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്ന രീതിയിൽ നമ്മുടെ രോഗികൾക്കും അല്ലാതെയുള്ള നമ്മുടെ സമൂഹത്തിന് സാറിന് എന്ത് മെസ്സേജ് കൊടുക്കാൻ പറ്റും? നമ്മൾ ആദ്യമേ പറഞ്ഞു എങ്കിൽ പോലും ഒന്നും കൂടെ വ്യക്തമായിട്ട്, എങ്ങനെ നമുക്ക് അരിശസ് അതല്ലെങ്കിൽ മൂലക്കുരു, പൈൽസ് തടയാൻ, അല്ലെങ്കിൽ ആദ്യ കാലത്ത് തന്നെ ചില ചിട്ടകളോടുകൂടി ഇതിനെ നമുക്ക് വരുതിയിലാക്കാം. തീർച്ചയായും ധാരാളം വെള്ളം കുടിക്കുക, നാര് കലർന്ന ആഹാരം കഴിക്കുക, എപ്പോഴും കുത്തിയിരിക്കുന്ന അവസ്ഥ മാറ്റി അനങ്ങാപ്പാറ നയം മാറ്റി ദിവസം 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം. കഴിയുന്നത്ര ഇരുത്ത ഒഴിവാക്കുക. ഇപ്പം നമ്മൾ പുതിയ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, സിറ്റിംഗ് ഈസ് ലൈക്ക് സ്മോക്കിംഗ്. പുകവലിയിൽ ഉണ്ടാകുന്ന 100,000 പ്രശ്നങ്ങൾ പോലെയാണ് ഒരു ദിവസം നമ്മൾ ഏറിയ പങ്കും ഇങ്ങനെ കുത്തിയിരിക്കുന്ന രീതി. പിന്നെ പറയാനുള്ളത്, ഈ വറുത്തതും പൊരിച്ചതുമായ ജങ്ക് ഫുഡ്സ്, നമുക്ക് മലം പോകാനുള്ള ആ ഒരു കണ്ടന്റ്, അതായത് മലം വളരെ ശുഷ്കമായി പോകുമ്പോഴാണ് ആളുകൾ കൂടുതൽ അതിനകത്ത് സ്ട്രെയിൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ മുക്കുന്നത്. ഇങ്ങനെ മുക്കുന്നതും
പൈൽസിന് കാരണമാകും. പിന്നെ ഉള്ളത് ആധുനിക മനുഷ്യൻ്റെ സ്ഥായീഭാവമായ സംഘർഷം. ചിരിക്കാൻ നമുക്ക് വലിയ മടിയാണ്. അപ്പം നല്ല ഉള്ളു തുറന്ന് ചിരിച്ച് സ്ട്രെസ് ഒഴിവാക്കി ധാരാളം വെള്ളം കുടിച്ച് നന്നായി നടന്ന് ബാത്റൂമിൽ ടോയ്ലറ്റിൽ ചെന്ന് 1 മണിക്കൂറൊക്കെ മൊബൈലിൽ നോക്കി മുക്കിക്കൊണ്ടിരിക്കാതെ സംഭവം നടത്തി ഇങ്ങ് വന്നാൽ നമുക്ക് ഈ മൂലക്കുരു എന്ന മനുഷ്യനെ മനസ്സ് മടിപ്പിക്കുന്ന വളരെ കൂടുതൽ ആൾക്കാർക്കുള്ള ഈ രോഗത്തെ ഒരു വലിയ പരിധി വരെ ഒഴിവാക്കാം. താങ്ക് യു സാർ ബീയിങ് വിത്ത് അസ്. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ടിൽ ദെൻ ബൈ.